ഹലോ അമ്മുകുട്ടൻ്റെ അമ്മയ്ക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാമ്പ്രാണിക്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ഫേമസ് ഒരു സ്ഥലമാണ്. അപ്പം നമ്മളങ്ങനെ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ബോട്ടിൽ സാമ്പ്രാണിക്കോടിയിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ പോവാൻ കേട്ടോ. ചെറുതായിട്ട് വെയിലേ ഉള്ളൂ. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് വേമ്പനാട്ടുകായലിൻ്റെ ഒരു ഇതൊക്കെ വേമ്പനാട്ടുകായലാണ് കേട്ടോ. വേമ്പനാട്ടുകായലിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മുട്ടിന് താഴെ വരെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്. നമ്മളങ്ങനെ സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് കണ്ടൽക്കാടുകളൊക്കെയാണ് കേട്ടോ. ചുറ്റുമില്ലെങ്കിലും കുറേ സ്ഥലത്തൊക്കെ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്തിരി വെള്ളമുള്ള സ്ഥലം വേറൊരു സ്ഥലവും ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ. അപ്പോൾ അവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടൊന്ന് പോവാം കേട്ടോ. ഇവിടെ നമുക്ക് നിൽക്കാൻ കൂടി സ്ഥലമില്ല, അത്രയും തിരക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ വേറൊരു ബോട്ടിൽ കയറി പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഐ ലവ് സാമ്പ്രാണിക്കൊടിയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാനേ പറ്റില്ല കേട്ടോ. ഏത് സമയവും അവിടെ ആൾക്കാരുണ്ടാവും ഫോട്ടോ എടുക്കാൻ. അപ്പം നമുക്ക് കയറാൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല കേട്ടോ. ഇതാ ഇവിടേക്ക് ഇങ്ങനെ കുറേ എന്താ പറയുക ഉപ്പിലിട്ടതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. തണ്ണിമത്തനുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉപ്പിലിട്ടുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ കടകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ കടകളും പിന്നെ ആ കടയിലുള്ള ആ ചേച്ചിമാരും ഒക്കെ വെള്ളത്തിലാണ് കേട്ടോ. ചേച്ചിമാരും ആ കട അടക്കം വെള്ളത്തിലാണ്. കാരണം മുട്ട് വരെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം വെള്ളത്തിലാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല ആഴമുണ്ടാവും, കാരണം കായലല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശാലമായിട്ടുള്ള കായലല്ലേ. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ. നല്ല ഇങ്ങനെ ബുഷ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, നല്ല ലഷ് ഗ്രീനറി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു അരുത്തി കൂടെയാണ് പോകുന്നത്. നമ്മുടെ സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നടുക്ക് വരെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഓരോ സെറ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സ്പോട്ടിൽ തിരക്കായതുകൊണ്ട് കുറേ പേരൊക്കെ വേറൊരു തുരുത്തിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് പോവാം. നമ്മൾ വെള്ളത്തിലാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കായലിൻ്റെ നടുക്കാണ്. പക്ഷേ ഇതേ വെള്ളം നോക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കളിക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം നമുക്ക് ഇരിക്കാനുള്ള വെള്ളവും ഇല്ല, പിന്നെ ചെളിയും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇരിക്കാനും കൂടി പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നടക്കാണ്, അങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചതാ ഈ ഒരു സ്പോട്ടിലേക്ക് വരാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തോടത്തേക്ക് നമ്മൾ തിരിച്ച് പോവാം കേട്ടോ. ഇവിടെ ഒരു ബോട്ട് വരും. അങ്ങനെ ആ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് ടിക്കറ്റ് എടുത്തോടത്ത് പോവും. അപ്പോൾ ഇതാ ഈ കടകളൊക്കെ കാണുന്നില്ല, അതൊക്കെ ഓരോരോ കടകളൊക്കെയാണ്. അപ്പോൾ ചെറുതായിട്ടല്ല, നല്ലൊരു മഴക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം നേരമൊന്നും ഇവിടെ അങ്ങനെ നിന്നില്ല. നല്ല മഴക്കാരുണ്ട്, ചെറുതായിട്ട് ചാറ് തുടങ്ങിയിട്ടുമുണ്ട് കേട്ടോ.
അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഈ ഉപ്പിലിട്ടതും മുളക് പൊടിയൊക്കെ ഇട്ടതൊക്കെ കഴിക്കാൻ തോന്നി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ മാങ്ങ വാങ്ങിച്ചു, മാങ്ങ ഉപ്പും മുളകും, പിന്നെ പൈനാപ്പിൾ ഉപ്പും മുളക് ഇട്ടത്, തണ്ണിമത്തൻ എല്ലാം വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം പെട്ടെന്ന് ചിലവായിട്ടോ. അപ്പോൾ സാമ്പ്രാണിക്കൂടിയാണ് നമ്മുടെ വർക്കല ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ വർക്കല ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഇരുന്ന് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, ഞങ്ങൾ ഒരു ഹോർലിക്സൊക്കെ കുടിച്ച്, എന്താ പറയുക, ബജിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനിട്ട് ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമായി, ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർക്കല ട്രിപ്പ് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.